CPM-ൽ ഇത് വിമതഭീഷണിയുടെ കാലം. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ നിന്നുപോലും വെല്ലുവിളി നേരിടുകയാണ് CPM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സമകാലികനും മുതിർന്ന നേതാവുമാണ് TK ഗോവിന്ദൻ. അദ്ദേഹം ഉയർത്തിയ വിമത നീക്കം ചുവന്ന കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്ക ചെറുതല്ല. പാലക്കാട് PK ശശിയും ആലപ്പുഴയിൽ G സുധാകരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും ഉയർത്തിയ വെല്ലുവിളികൾക്ക് പിന്നാലെയാണിത്. TK ഗോവിന്ദന്റെ വെളിപ്പെടുത്തലോടെ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ മരണം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ്. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മാത്രമല്ല, മയിൽ ഏരിയ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും നേതൃത്വത്തോട് നീരസമറിയിച്ചിരുന്നു. ഇത് വകവയ്ക്കാതെ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് തളിപ്പറമ്പിൽ മത്സരിക്കാൻ PK ശ്യാമള എന്ന ഒറ്റ പേര് മാത്രം സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചതെന്നാണ് വിമർശനം. പാർട്ടി വിട്ടവരെ പുകഞ്ഞ കൊള്ളികളെന്നും വർഗവഞ്ചകരെന്നും പറഞ്ഞു മാത്രം പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നുപോകുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന ചോദ്യത്തിന് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ: അവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവര് പലരും പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചുമതല നിർവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ബന്ധുത്വം ഉണ്ടായാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തിയും അവര് പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടിയുടെ നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിലടക്കം MV ഗോവിന്ദനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പാർട്ടി സെക്രട്ടറി മറുപടി പറയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ആന്തൂരിലെ സാജന്റെ മരണത്തിൽ PK ശ്യാമളയെ രക്ഷിച്ചെടുക്കുകയായിരുന്നുവെന്ന ആരോപണത്തിനും മറുപടി പറയേണ്ടി വരും. TK ഗോവിന്ദൻ വിമർശനമുയർത്തിയത് പാർട്ടിക്കെതിരെയാണെന്നും വിവാദങ്ങളിൽ പാർട്ടി മറുപടി പറയുമെന്നുമാണ് PK ശ്യാമളയുടെ മറുപടി. CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടിക്കെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്നതിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഇതിന് വ്യക്തമായ മറുപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും എന്നാണ് പറയാനുള്ളത്. TK ഗോവിന്ദന്റെ ഗുരുതര ആരോപണങ്ങൾ കത്തിപ്പടർന്നിരിക്കെ വോട്ടുറപ്പിക്കാൻ പ്രവർത്തനങ്ങളുമായി PK ശ്യാമള മണ്ഡലത്തിൽ സജീവമാണ്. V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സ്ഥാനാർത്ഥി കുപ്പായമിട്ട് ചെങ്കോട്ടയെ വിറപ്പിക്കാനിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി നേതൃത്വം എന്ത് വഴി തേടുമെന്ന് കണ്ടറിയണം. ഏതായാലും അപ്രതീക്ഷിതമായി തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM വിമതന്മാർക്ക് പിന്തുണ നൽകി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.